പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ട്. ഒരു പത്മഭൂഷൺ നല്ല വിലയാണ്. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ. സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി 10-25 ലക്ഷം കളഞ്ഞതാ. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാനും തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. എന്റെ മാഷേ പോ. ആരാ ഇയാള്? പല അവാർഡുകൾക്ക് അറിഞ്ഞുണ്ട്. നീ വെറുതെ നുണ പറയരുത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. SNDP യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ലഭിച്ചിരിക്കുകയാണ്. അയ്യോ കുഴപ്പമായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. അങ്ങനെ വരട്ടെ, ഇത്തവണ നിനക്ക് സ്പെഷ്യൽ. ഇതിൽ എന്തോ ഉണ്ട് മോനെ. ഇപ്പൊ കിട്ടിയ അവാർഡിന് ഒരു ഇരട്ടി മധുരമുണ്ട്. ഞാൻ മുന്നാടിയെ സൊല്ലിയ ഉക്കാര്. അത്ഭുതം തന്നെ. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താന്നു പോകുന്നുണ്ട്. ഈ കള്ളക്കഥയൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത് ചമ്മി നാറിയിരിക്കുക. അത് ഈ സന്ദർഭത്തിൽ ഈ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അതിലൊരു വിവാദം സൃഷ്ടിക്കാൻ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കലടാ. പെയിന്റ് അടിച്ചാലെന്താ? ശ്രമിക്കുന്നത് ഈ നല്ല കാര്യം പറയുന്നതിനിടയ്ക്ക് നല്ലത് പറയാൻ പഠിക്കാം. വിവാദം സൃഷ്ടിച്ച് അതിൽ നിന്ന് റേറ്റ് പത്തിപ്പിക്കാൻ നോക്കുക ശരിയല്ല. സ്വല്പ നേരം കൂടെ അതിനകത്ത് ഇരുന്നെങ്കിൽ തികച്ച താടി വരെ കിട്ടിയേനെ. എന്നോട് ക്ഷമിക്കണം, ആള് മാറിപ്പോയി. ഒട്ടും സമയം കളയുന്നില്ല, ഞാൻ ഇറങ്ങുന്നു. ഓട്ടടി.